മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൻ്റെ സായങ്കാലത്ത് പ്രായമായ മാതാപിതാക്കൾക്ക് സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവം കൊടുക്കുന്ന നല്ല മക്കളുടെ കുടുംബം ഇന്ന് കുറഞ്ഞു വരികയാണ്. എന്നാൽ ദൈവം ഇറങ്ങി വസിക്കുന്ന ദൈവാനുഗ്രഹമുള്ള സ്വർഗതുല്യമായ ഒരു ഭവനത്തെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. കോതമംഗലം രൂപതയിലെ പള്ളിക്കാമുറി സെന്റ് ലിറ്റിൽ ഫ്ലവർ ഇടവകയിലെ പുരിക്കാട്ടിൽ കുടുംബമാണ്. കുഞ്ഞേട്ടൻ 96 വയസ്സ് ഉള്ള ആ നല്ല പിതാവിൻ്റെ കുടുംബം. ത്രേസ്യ 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു എങ്കിലും ദൈവം നൽകിയ 7 മക്കളെ ദൈവത്തിനു വേണ്ടി വളർത്തി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചും ദൈവത്തോട് ചേർത്ത് പിടിച്ചും ദൈവത്തിനു വേണ്ടി വളർത്തിയത് കൊണ്ട് അവരിൽ 2 ആൺമക്കൾ, ഒരാൾ അലക്സാണ്ടർ കുരിക്കാട്ടിൽ ക്ലരീഷ്യൻ സഭയിലും ഒരാൾ മാത്യു മിഷണറീസ് ഓഫ് സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് സഭയിൽ ശുശ്രൂഷ ചെയ്ത് ജർമ്മനിയിലും, ബാക്കി 3 പെൺമക്കൾ അവര് സന്യാസിനികളായി ദൈവിക ശുശ്രൂഷ ചെയ്യുന്നു. വളരെ അനുഗ്രഹമുള്ളൊരു കുടുംബം. ഇളയ മകൻ ജോസിൻ്റെ മകൻ ഫാദർ ഡെൽബിൻ കോതമംഗലം രൂപതയിൽ കല്ലൂർക്കാട് പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയായി ജോലി ചെയ്യുന്നു. ഇങ്ങനെ ദൈവവിളി കൊണ്ട് സമൃദ്ധമായ ഈ കുടുംബം ദൈവ സാന്നിധ്യത്തിൻ്റെ വ്യക്തമായ അടയാളമാണ്. തന്നെയുമല്ല, ഈ മക്കൾ തമ്മിലുള്ള കൂട്ടായ്മയും സ്നേഹവും ഈ മക്കളുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അനുഗ്രഹമുള്ള ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് കൂരിക്കാട്ടിൽ ഉലഹന്നാൻ കുര്യാക്കോസിന്റെ ഭവനം. ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂരാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. ലിറ്റിൽ ഫ്ലവർ ചർച്ച് പള്ളിക്കാമുറിയാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് ഉലഹന്നാൻ കുര്യാക്കോസ്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവിക ആനന്ദം സ്വീകരിച്ച് അത് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ അപ്പച്ചൻ. ഞാൻ 3ാമത്തെ മകനാണ്. പേര് ഫാദർ അലക്സാണ്ടർ കുരിക്കാട്ടിൽ. ക്ലരീഷ്യൻ സന്യാസ സമൂഹാംഗമാണ്. വൈദികനായിട്ട് 41ാമത്തെ വർഷമാണ്. എൻ്റെ ചാച്ചനെയും അമ്മച്ചിയെയും കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത, അധ്വാനത്തിൻ്റെ മനുഷ്യരാണ് അവർ, പ്രാർത്ഥനയുടെ മനുഷ്യരാണ്. മക്കളെ ചേർത്ത് പിടിക്കുന്ന ദാരിദ്ര്യവും വിശപ്പും ഒക്കെ ഉള്ള സമയത്തും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ആ ഒരു വലിയൊരു മനസ്സ് ഞങ്ങൾക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ വീടിൻ്റെ ആ സൈഡിൽ 5 വീടുകളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വീടിന് സാധാരണ അതിരിട്ട് കഴിയുമ്പോൾ കുറച്ച് പുറമ്പോക്കുണ്ടാവും. അവിടെ 5 വീടുകൾ, ഓരോ വീട്ടിൽ 5-8 മക്കൾ. അവരൊക്കെ പട്ടിണി കിടക്കുന്ന ആ കാലത്ത് ഞങ്ങൾക്ക് വലിയ സമ്പന്നം അല്ലെങ്കിൽ പോലും മാറ്റമേ കഞ്ഞി തരുമോ എന്ന് ചോദിക്കാറില്ല ആരും. കഞ്ഞിവെള്ളം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ കയറി വരുമ്പോൾ അമ്മ അവർക്ക് കഞ്ഞിവെള്ളം കൊടുത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല, കഞ്ഞിയും കൂടെ കൂട്ടി അവർക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പാവങ്ങളോടുള്ള ഒരു പ്രത്യേക സ്നേഹം. ആര് വന്നാൽ അമ്മയുടെ മുഖം മാറിയിട്ടില്ല. പുഞ്ചിരിച്ചുകൊണ്ട് ഞങ്ങളെക്കൊണ്ട് തന്നെ അരി എടുപ്പിച്ചു കൊടുക്കും, കപ്പ എടുത്തു കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ ചക്കക്കുരു ആയിരിക്കും അത് എടുത്തു കൊടുക്കാൻ പറയും. ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ ഭിക്ഷ കൊടുപ്പിക്കും.
അങ്ങനെ ചെറിയതാണെങ്കിലും വലിയ പാഠങ്ങൾ അന്ന് അമ്മ ഞങ്ങളെ കൊണ്ട് പാവങ്ങളോട് പക്ഷം ചേരാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്നും സഹായകമാണ് ഞങ്ങളുടെ പൗരോഹിത്യ സന്യാസ ജീവിതത്തിൽ. പാവങ്ങളോട് ചേർന്ന് നിൽക്കാനൊക്കെ ഈ വീട്ടിൽ നിന്നും ചാച്ചനിൽ നിന്നും അമ്മച്ചിയിൽ നിന്നും പഠിച്ച പാഠങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിന് ധന്യമായത്. മക്കൾക്കും അപ്പച്ചനെ കുറിച്ച് പറയാൻ ധാരാളമുണ്ട്. ഞാൻ ഈ കുടുംബത്തിലെ 7 മക്കളിൽ മൂത്തയാളാണ്. എൻ്റെ പേര് കുര്യൻ. എൻ്റെ ഭാര്യ മോളി. ഞങ്ങൾ 46 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. എൻ്റെ മക്കൾ 3 മക്കളാണ്. ഒരാളിപ്പോൾ കൂടെയുണ്ട്. ബാക്കി മറ്റ് 2 പേര്, ഒരാൾ കാനഡയിലും ഒരാൾ ജർമ്മനിയിലും ജോലി ചെയ്യുന്നു. പിന്നെ എൻ്റെ ചാച്ചനെ സംബന്ധിച്ച് അമ്മയെ സംബന്ധിച്ചും പറഞ്ഞാൽ, അമ്മയും ചാച്ചനും എന്നും രാവിലെ ഏറ്റ് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അത് ഞങ്ങൾക്കൊരു പ്രത്യേക അനുഭവമായിരുന്നു. ആ അനുഭവം ഞങ്ങളിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. അമ്മയും ചാച്ചനും ധാരാളം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. ആ മനസ്സ് എനിക്കും കിട്ടിയിട്ടുണ്ട്. മറ്റുള്ളവരെ ഏത് വിധത്തിൽ സ്വീകരിക്കണം, ഏത് വിധത്തിൽ ഇടപെടണം, എല്ലാവരോടും സന്തോഷമായിട്ട് ഇടപെടുന്ന ഒരു സമീപനമായിരുന്നു ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും. എല്ലാവരുടെയും ദുഃഖങ്ങളിലും വേദനകളിലും അവർ പങ്കുചേരുമായിരുന്നു. മങ്കുഴി പള്ളി ഇടവകയായിരുന്നു. അന്ന് സുറിയാനി കുർബാനയായിരുന്നു. സുറിയാനി കുർബാനയ്ക്ക് ചാച്ചൻ കുർബാനയ്ക്ക് പാട്ട് പാടാനൊക്കെ കൂടുമായിരുന്നു. ചാച്ചൻ ഇപ്പോഴും സുറിയാനി പാട്ടൊക്കെ പാടും. അതുപോലെ ഞങ്ങൾ സഹോദരങ്ങൾ വളരെ സന്തോഷമായിട്ടും കഴിഞ്ഞു കൂടുന്നു. എല്ലാവരും ഈ സമയത്ത് ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. 7 പേരും ഇവിടെയുണ്ട്. അപൂർവം ചില സന്ദർഭങ്ങളിൽ 7 പേരും ഒത്തുകൂടാറുള്ളൂ. 46 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ചാച്ചനും അമ്മയും എന്നോട് ഒത്തിരി സ്നേഹത്തോടു കൂടിയേ പെരുമാറിയിട്ടുള്ളൂ. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മ ഭയങ്കര സ്നേഹമായിട്ട് അവരെയൊക്കെ താലോലിച്ചും സ്നേഹിച്ചും വളർത്തി. അവർ രാവിലെ 4 മണിക്ക് 2 പേരും എഴുന്നേറ്റ് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണത് ഞങ്ങളുടെ മുറിയിൽ കിടന്ന് കേട്ടിട്ടുണ്ട്. എന്നും കൊന്തയൊല്ലി പ്രാർത്ഥിക്കും. പിന്നെ പള്ളിയിൽ പോകാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇവിടുന്ന് പള്ളിക്കാമുറിക്ക് നടന്നു പോകും. അതുപോലെ തന്നെ നടന്ന് തിരിച്ചും വരും. എല്ലാവരോടും ഭയങ്കര സ്നേഹത്തിലും ഒക്കെയാണ്. അമ്മ സ്വർഗത്തിലുണ്ട്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ചാച്ചൻ്റെ അമ്മയുടെ മാതൃകയാണ് ഞങ്ങൾ ഇത്രയും ജീവിച്ച് വളർന്നത്. അതുപോലെ ഇനിയും ഞങ്ങളുടെ ജീവിതം നന്നായി മുമ്പോട്ട് കൊണ്ടുപോകണം. ഞങ്ങളുടെ മക്കളും ഇത് കണ്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയുമുണ്ട്. കൊല്ലല്ലസലീം കാരയവലേ നേസുഗോമോ യോസൽ റാസേ മായോ ഓസൽ റാസേ വദിയാസക്കെ ആത്തേക്കേത്ത തേത്താലാക്ക് വാദന ആസ്ത വാദന ആദത്ത ഐ മാനുസ സാമാലിയ ആസ്തിരസ എൻ്റെ പേര് സിസ്റ്റർ ഫെലിസിറ്റ മേരി. ഞാൻ ഈ കുടുംബത്തിലെ മക്കളിൽ 2ാമത്തെ ആളാണ്. പെൺമക്കളിൽ മൂത്തത്. ഞാൻ കൊല്ലത്ത് ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദി ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി എന്ന കോൺഗ്രിഗേഷനിലെ അംഗമാണ്. ആ സന്യാസ സഭയിൽ അംഗമായിട്ട് ഇപ്പോൾ 50 വർഷം 2023 പൂർത്തിയായി.
ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയും ഉണ്ടായി. എൻ്റെ അപ്പോസ്തല പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ടീച്ചിങ്, പാസ്റ്ററൽ വർക്ക്, വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുക, CLCയിൽ പ്രവർത്തിക്കുക, ഇങ്ങനെയുള്ള ജോലികളായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പനും അമ്മയും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരുന്നു. ചാച്ചൻ എത്ര ക്ഷീണിച്ചു വന്നാലും സന്ധ്യപ്രാർത്ഥനയിൽ മുടക്കം വരുത്തുകയില്ലായിരുന്നു. അമ്മ പാവങ്ങൾക്കോട് കരുണയുള്ള വ്യക്തിയും ദാനം ചെയ്യുന്നതിൽ സമർത്ഥയുമായിരുന്നു. എൻ്റെ പേര് സിസ്റ്റർ ദീപ്തി. ഞാൻ ഈ വീട്ടിലെ 4ാമത്തെ മകളാണ്. ഞാനിപ്പോൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ഹോസ്റ്റലിലെ ഇൻചാർജാണ്. അവിടെ വർക്കിംഗ് ഗേൾസും ഉണ്ട്, സ്റ്റുഡൻസും ഉണ്ട്. ഞങ്ങളുടെ ഫൗണ്ടറിൻ്റെ കാരിസം അതായിരുന്നു പെൺകുട്ടികളെ പഠിപ്പിച്ച് സൊസൈറ്റിക്ക് ഒരു വളർച്ച കൊടുക്കുക എന്നുള്ളത്. പിന്നെ എൻ്റെ ചാച്ചൻ്റെയും അമ്മയുടെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഒരു മാതൃകാപരമായ ജീവിതമായിരുന്നു. എന്നും രാവിലെ അവർ എഴുന്നേറ്റ് കൊന്ത ചെല്ലും. എനിക്കൊരു പ്രചോദനമായിരുന്നു അവരുടെ കൊന്ത ചെല്ലുന്നത്. അങ്ങനെയായിരിക്കും എൻ്റെ ദൈവവിളിയിൽ എനിക്ക് ഉത്തേജനം കിട്ടിയതും. പിന്നെ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു, ഞാൻ ഇങ്ങനെ ഒരു റിലീജിയസ് ലൈഫിൽ ചേർന്നത് കൊണ്ടും. കൊച്ചിലെ ഞാൻ ചിന്തിക്കാറുണ്ട്, കുർബാന ചെല്ലുമ്പോൾ അച്ഛൻ കുർബാന ചെല്ലുമ്പോൾ ഇതെൻ്റെ ശരീരമാണെന്ന്, ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല എന്ന്. അപ്പോൾ ഞാൻ ചിന്തിക്കും, എനിക്കും അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം കിട്ടിയെങ്കിൽ ഞാനും മരിക്കുകയില്ലല്ലോ എന്ന്. അത് എൻ്റെ കൊച്ചു നാളിലെ ഒരു ചിന്തയായിരുന്നു. ഞാൻ സിസ്റ്റർ സരിത്ത. ഞാൻ വീട്ടിലെ 5ാമത്തെ കുടുംബാംഗമാണ്. ഞാനൊരു ഹോളി സ്പിരിറ്റ് സിസ്റ്റർ ആണ്. 40 വർഷമായി സഭയിലെ അംഗമായിട്ട്. ഇപ്പോൾ ബോംബെയിൽ ജോലി ചെയ്യുന്നു. ഞങ്ങളുടെ തന്നെ ഹോസ്പിറ്റലിൻ്റെ പാസ്റ്ററൽ കെയർ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എൻ്റെ ജോലി. പേഷ്യൻസിനെ എല്ലാം വിസിറ്റ് ചെയ്ത് അവർക്ക് ശക്തി കൊടുക്കുക. പിന്നെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ചാച്ചനയിൽ നിന്നും അമ്മയിൽ നിന്നും. ചെറുപ്പത്തിലേ തന്നെ അമ്മ എന്നോട് പറയും, അരിയൊക്കെ അളന്ന് ഒരേ സമയത്തും എടുക്കണം, അതിൽ നിന്നും 3-4 പിടി അരി എടുത്ത് വേറെ വെക്കണം, അത് മിഷന് കൊടുക്കാനാണെന്ന് പറയും. എനിക്ക് അന്ന് അതൊന്നും മനസ്സിലായില്ല. എന്നാലും വേറൊരു പ്രത്യേക പാത്രം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് വെക്കാനും. എന്നാലും അമ്മ പറയും, അതെടുത്ത് മാറ്റിയാലും ഒരു കുഴപ്പമില്ല, ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാനുള്ളത് കിട്ടും എന്ന്. പിന്നെ ആര് വന്നാലും ഒരാളെ പോലും ഭക്ഷണം കൊടുക്കാതെ അമ്മയോ ചാച്ചനോ വിടിയല്ല. എല്ലാവർക്കും എന്തും എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. ഇല്ലെങ്കിൽ തന്നെയും കുറച്ചും കൂടെ കഞ്ഞിവെള്ളമോ എന്തെങ്കിലും കൂട്ടി ഒഴിച്ച് എല്ലാവരെയും സംതൃപ്തിയോടുകൂടി തിരിച്ചു വിടും. പിന്നെ ഒരു കാര്യം ചാച്ചൻ്റെ ഞാൻ ഓർക്കുന്നത്, ഞാൻ സഭയിൽ ചേരണമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അതിനോട് എതിരായിരുന്നു. കാരണം എൻ്റെ 2 ചേച്ചിമാരും മടത്തിപ്പോയി. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ചേരണമെന്ന്. അത് കാരണം PDC വരെ നോക്കിയിരുന്നു. അവസാനം ഞാൻ പോകാൻ തീരുമാനിച്ചു. പക്ഷേ എല്ലാവരും അതിനെതിരായിരുന്നു. പക്ഷെ അവസാനം ചാച്ചനോട് ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇവിടെ അടുത്ത വല്ലയിടത്തും പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ചാച്ചൻ പറഞ്ഞു, ഒന്ന് നീ തീരുമാനിച്ചു, അതനുസരിച്ച് നീ പൊയ്ക്കോ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് തിരിച്ചു പോരെ. പിന്നെ അമ്മയാണെങ്കിലും വളരെയേറെ ശക്തി ഞങ്ങൾക്ക് ധാരാളം തന്നിട്ടുണ്ട്. 2 പേരും ഞങ്ങളുടെ കൂടെ നിന്ന് അവരുടെ കഠിനാധ്വാനവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് വളരെയേറെ മാതൃകയായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പേര് ജോസ്. ചാച്ചൻ്റെ അമ്മയുടെയും 6ാമത്തെ മകനാണ്. എൻ്റെ ഭാര്യയുടെ പേര് റെജീന. ഞങ്ങൾക്ക് 2 മക്കളാണ്, ജസ്ബിനും ഡെൽബിനും. മൂത്തയാൾ ജസ്ബിൻ, അവൻ്റെ ഭാര്യയുടെ പേര് ജിസ്മി. അവർ 2 പേരും ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. 2ാമത്തെ മകൻ ഡെൽബിൻ, അവൻ കല്ലൂർക്കാട് പള്ളിയിൽ അസിസ്റ്റൻ്റ് വികാരിയായി ജോലി ചെയ്യുന്നു. ചാച്ചൻ്റെയും അമ്മയുടെയും ജീവിതമാണ് ഞങ്ങൾക്ക് എന്നും പ്രചോദനമായിട്ടുണ്ടായിരുന്നത്. ഒരു മനുഷ്യനൊരു ജീവിതമേ ഉള്ളൂ, അത് എത്ര നാൾ വരെ നീണ്ടു പോകണം എന്നാഗ്രഹിക്കുന്നതാണ് ഞങ്ങൾ. അമ്മ 84ാമത്തെ വയസ്സിൽ 8 കൊല്ലം കിടപ്പിലായിട്ടും മരിച്ചപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര വിഷമമുണ്ടായ സംഗതിയാണ്. അതുപോലെ ചാച്ചന് 97 വയസ്സായി. എങ്കിലും ചാച്ചൻ എത്ര നാൾ വരെ ജീവിച്ചിരിക്കണമെന്ന്, വളരെ കാലം ജീവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഞാൻ എല്ലാ മാസവും ആശുപത്രിയിൽ കൊണ്ടുപോയി എല്ലാ പരിശോധനയും നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എല്ലാ മരുന്നുകളും കൊടുത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു.
ചാച്ചൻ ചെറുപ്പകാലങ്ങളിൽ എന്നെ കുളിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ചാച്ചനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചാച്ചൻ എനിക്ക് വേണ്ടി ചെയ്ത ആ ഒരു കാര്യം ഓർക്കുമ്പോൾ അതിനെല്ലാം ചെയ്യാനുള്ളൊരു സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ വിവാഹം കഴിഞ്ഞ് വന്നിട്ട് 34 വർഷമായി. 6ാമത്തെ മകൻ്റെ ഭാര്യയായിട്ടാണ് ഞാൻ വന്നത്. ചാച്ചനും അമ്മയും ഞങ്ങളുടെ കൂടെ ആയിരുന്നു. പിന്നെ വിവാഹം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അനിയത്തിമാരെന്നോട് പറഞ്ഞു വിട്ടു, നീ അവിടെ ചെന്ന് ഈ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉള്ളിടത്ത് ചെന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് മടുക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞാണ് വിട്ടത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വിഷമമൊന്നും ഉണ്ടായില്ല. വളരെ സന്തോഷവും സമാധാനമുള്ളൊരു കൂടപ്പിറപ്പുകാരെയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ വളരെ സന്തോഷവതിയാണ്. ചാച്ചനും അമ്മയിൽ നിന്നായാലും വളരെ സന്തോഷവും നല്ല സമീപനവുമാണ് എനിക്കുണ്ടായിരുന്നത്. ഞാൻ ഫാദർ മാത്യു. ഞാൻ ഈ വീട്ടിലെ ഏറ്റവും ഇളയ മകനാണ്. MSA കോൺഗ്രിഗേഷൻ മിഷണറീസ് ഓഫ് സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന കോൺഗ്രിഗേഷനിലെ അച്ഛനാണ്. ഇപ്പോൾ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു. ഹോളിഡേയ്സിന് വന്നതാണ്. എനിക്ക് ചാച്ചനെ പറ്റി ഓർക്കുമ്പോൾ ചെറുപ്പത്തിൽ മിഷൻ ലീഗിലൊക്കെ മെമ്പറായിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ വികാരിയച്ഛന്മാർ എല്ലാ സൺഡേയിലും പിടിയരി വിരിക്കാനായിട്ട് വീടുകളിൽ കൂടെ പോകാനായിട്ട് ഞങ്ങളെ വിടുമായിരുന്നു. അപ്പോൾ വീട്ടിലെ ജോലികളും ഇവിടെ റബ്ബർ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ റബ്ബർ പാലെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തും ചാച്ചനും അമ്മയും പറയുമായിരുന്നു, പള്ളിയിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മാത്രം മതി വീട്ടിലെ കാര്യം. അതായത് വീട്ടിൽ സഹായിക്കാനായിട്ട് ഞങ്ങളെ ഇവിടെ കിട്ടിയില്ലെങ്കിലും പള്ളിയിലെ കാര്യത്തിന് വിടുക അവർക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ഓർക്കുന്നത്, ഞാൻ സെമിനാരിയിൽ ചേർന്നിട്ട് വൈദികനാകുന്നിടം വരെ ഇവർ നിത്യവും പള്ളിയിൽ പോവുകയും എന്നും കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതിനുശേഷവും കഴിവതും അവർ എല്ലാ ദിവസവും ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉണ്ട് പള്ളിയിലേക്ക് നടന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ദീപബലിയിൽ പങ്കെടുത്തു വരുന്ന മാതാപിതാക്കന്മാരാണ് ഞങ്ങളുടേത്. അപ്പോഴിപ്പോൾ ചാച്ചന് വയ്യാതായി വീട്ടിലിരിക്കുകയാണെങ്കിലും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൊച്ചുമക്കൾക്ക് എല്ലാമാണ് ഈ അപ്പച്ചൻ. എൻ്റെ പേര് ഫാദർ ഡെൽബിൻ. ഞാൻ കോതമംഗലം രൂപതയിൽ കലൂർക്കാട് പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ ചാച്ചൻ്റെ ഏറ്റവും ഇളയ പേരക്കുട്ടിയാണ്. ചാച്ചനെക്കുറിച്ച് അല്ലെങ്കിൽ ചാച്ചനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ജപമാല ചൊല്ലുന്ന ആ ഒരു കാര്യമാണ്. രാവിലെ 4 മണിക്ക് 2 പേരും എഴുന്നേറ്റിരുന്ന് ജപമാല ചൊല്ലും. അതിനുശേഷം അവർ പള്ളിയിൽ പോകാനായിട്ട് റെഡിയായി നടന്ന് ഇവിടുന്ന് എടവപ്പള്ളിയിലേക്ക് 2 കിലോമീറ്റർ ദൂരമുണ്ട്. 2 പേരും കൂടെ നടന്ന് പള്ളിയിൽ പോകുന്ന ആ ഒരു ഓർമ്മയാണ് ആദ്യം തന്നെ മനസ്സിലേക്ക് കടന്നു വരിക. അന്ന് അവധി ദിവസങ്ങളിൽ പലപ്പോഴും അവരോടൊപ്പം പള്ളിയിൽ പോകാനും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അപ്പം 2 കിലോമീറ്റർ ദൂരം നടന്ന് പള്ളിയിൽ പോയി തിരിച്ച് അവരോടൊപ്പം തന്നെ തിരികെ വരുന്നതും ഒക്കെ പച്ചകടാത്ത ഓർമ്മകളായിട്ട് മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. എൻ്റെ ദൈവവിളിയെക്കുറിച്ചൊക്കെ പരിശോധിക്കുമ്പം ഒരു പരിധിവരെ അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തവും അല്ലെങ്കിൽ അവരോടൊപ്പമുള്ള ആ ഒരു യാത്രയും ഒക്കെ ദൈവവിളിക്ക് ഒത്തിരി പ്രചോദനമായി തീർന്നിട്ടുണ്ട് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഞാൻ ഈ വീട്ടിലെ മൂത്തയാളുടെ മകനാണ്. എൻ്റെ പേര് റോജി. എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. അവർ ഇപ്പം നിലവിൽ ഇവിടെയില്ല. ഞാൻ അവധിക്ക് വേണ്ടി ഒരാഴ്ചത്തെ അവധിക്ക് വേണ്ടി വന്നതാണ്. അപ്പം ചാച്ചനോടും അമ്മയോടും കൂടെയുള്ള ഒത്തിരി ഓർമ്മകളുണ്ട്. ചെറുപ്പകാലത്ത് ചാച്ചൻ്റെയും അമ്മയുടെയും കൂടെയാണ് ഞങ്ങൾ പള്ളിയിൽ ആദ്യമായി പോയത് ഓർക്കുന്നു. ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിലനിൽക്കുന്നു. അപ്പം ചാച്ചനും അമ്മയാണ് പ്രായത്തിൽ ഞങ്ങളെ കുരിശു വരയ്ക്കാൻ പഠിപ്പിച്ചതും ഞങ്ങൾക്ക് വേണ്ടി കുരിശു വരയ്ക്കുവാൻ വേണ്ടി ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങൾക്ക് വേണ്ടി ആദ്യ അക്ഷരങ്ങൾ പറഞ്ഞു തന്നതും എല്ലാം ചാച്ചനും അമ്മയാണ്. പിന്നെ ചാച്ചൻ്റെ അമ്മയുടെയും കൂടെ കിടക്കുവാൻ വേണ്ടി ഞങ്ങൾ എപ്പോഴും വഴക്കുണ്ടാക്കുമായിരുന്നു. അവരുടെ കൂടെ കിടക്കുന്നതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇപ്പോഴും ഓർമ്മയിലുള്ളത് ചാച്ചനും അമ്മയും ഞങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് കട്ടിലേന്ന് വീഴുമോ എന്ന് പേടിച്ച് രാത്രി മുഴുവൻ എഴുന്നേറ്റിരുന്ന് ഞങ്ങളെ നോക്കുന്ന ചാച്ചനെയും അമ്മേനെയും പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്. അപ്പം ജീവിതത്തിൽ അങ്ങനെ ഒരിക്കലും മറക്കാത്ത ചില ചെറുപ്രായത്തിലുള്ള പല അനുഭവങ്ങളും സന്തോഷത്തിൻ്റെ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സഖ്യവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരനിൽ പ്രധാനം ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറഞ്ഞവനായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്ന്
നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കുമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. പ്രിയ സഹോദരങ്ങളെ, പള്ളിക്കാമുറി ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഇടവകയിലെ വികാരി ബഹുമാനപ്പെട്ട മാത്യു നന്തളത്ത് അച്ഛൻ ഈ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളിലെയും ഒരു നല്ല പിതാവായി, ഇടയനായി ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ ഈ കുരിക്കാട്ടിൽ കുടുംബത്തിൻ്റെ നന്മകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകുന്നത് നമുക്ക് കേൾക്കാം. സ്നേഹമുള്ളവരെ, പള്ളിക്കാമുറി ഇടവകയെ സംബന്ധിച്ച് കുരിക്കാട്ടിൽ കുടുംബം എന്നുമേറെ ഇടവകയ്ക്ക് അനുഗ്രഹപ്രദമായ നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. പിതാവും മാതാവും ആദ്യകാലങ്ങളിൽ ഇവരുടെ ഇടവകയുടെ സ്ഥാപനത്തോടനുബന്ധിച്ചും എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥമായി സഹകരിച്ച് ഇടവകയെ പടുത്തുയർത്തുവാൻ വേണ്ടി ഏറെ പരിശ്രമിച്ചിട്ടുണ്ട്. ഇല്ലായ്മകളുടെ മധ്യേ ഇടവക ആരംഭിക്കുമ്പോൾ എന്നും ഒരു കരുത്തായി ഈ പിതാവും കുടുംബനാഥനും നാഥയും ഒപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ പിതാവ് അസുഖമായിട്ട് വീട്ടിലിരിക്കുന്നുവെങ്കിൽ പോലും പ്രാർത്ഥന കൊണ്ട് ഇടവകയെ ശക്തിപ്പെടുത്തുന്നു. മക്കളുടെ സാന്നിധ്യം എന്നും ഇടവകയ്ക്ക് അനുഗ്രഹമാണ്. വൈദിക സാന്നിധ്യവും സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യവുമൊക്കെ ഏറെയുള്ള ഈ കുടുംബം സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി മാറിയിരിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞ ഈ കുടുംബത്തിൽ ഏറെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ഇടവകയ്ക്ക് ഇവരിലൂടെ ലഭിക്കുന്നു എന്നത് ഏറെ അഭിമാനത്തോടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുടുംബത്തിൻ്റെ വലിയ നന്മകൾ, പിതാവിനോട് മക്കൾ കാണിക്കുന്ന വലിയ താല്പര്യവും സ്നേഹവും പരിഗണനയും ഒക്കെ എന്നും അഭിനന്ദനാർഹമാണ്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവം ധാരാളമായി അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം, രാഗമായി താളമായി യേശുവുണ്ടെങ്കിൽ കുടുംബം ഒരു മനോഹര ഗാനം. കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും തീന്മേശയിലെ പങ്കുവയ്പും എല്ലാം ഈ കുടുംബത്തിലെ ഐക്യം വളർത്തുന്നു. ഒരു മനോഹര ഗാനം. ഇതാണ് കൂരിക്കാട്ടിൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. ഇന്നത്തെ സാഹചര്യത്തിൽ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമ എന്തായിരിക്കണം എന്ന് വ്യക്തമായ ഒരു സന്ദേശം മാനന്തവാടി രൂപതയുടെ മെത്രാൻ അഭിവന്യ ജോസ് പൊരുന്നേടം പിതാവ് നൽകുന്നത് നമുക്കിപ്പോൾ കേൾക്കാം. വിശുദ്ധ വചനത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണിത്. നമ്മളാരും മനുഷ്യർ പറഞ്ഞുണ്ടാക്കിയൊരു കാര്യമല്ല. എന്തുകൊണ്ട് നമ്മൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, അവരെ സംരക്ഷിക്കണം? പിന്നീട് കർത്താവ് തുടർന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അമ്മയുടെ ശാപം നിന്റെ ഭവനത്തിൻ്റെ അടിത്തറ ഇളക്കും. അമ്മയെ ദുഃഖിപ്പിക്കുന്നവന് വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചാണ് പറയുന്നത്. പിതാവിനെക്കുറിച്ച്, പിതാവിനെ വേദനിപ്പിക്കാതെ നോക്കണം. നിന്നേക്കായാലും അവന് അറിവ് കുറവായിരിക്കാം, പക്ഷെ നീ അവനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവൻ്റെ മരണം വരെ നീ അവനെ സംരക്ഷിക്കണമെന്ന് ഇതേ അധ്യായത്തിൽ കർത്താവ് പറയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കേവലം ഒരു മാനുഷികമായ കാഴ്ചപ്പാടിലൂടെ മാത്രമല്ല നമ്മൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്.
ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നമ്മൾ ആ കൽപ്പന അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നല്ല നിലയിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. നീ ഈ ഭൂമിയിൽ ദീർഘകാലത്തോളം ജീവിക്കാൻ വേണ്ടിയിട്ട് നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. 10 കൽപ്പനകളിൽ ഒന്നാണത്. ഈ വചനം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുതാത്ത 2 പേരുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാർ. സ്വയം മറന്ന് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു നല്ല അപ്പൻ, മക്കളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒപ്പം നിൽക്കുന്ന അമ്മ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തവരാണ് അവർ. ഒരു ജീവിതം കൊണ്ട് തീരില്ല അവരോടുള്ള കടപ്പാട്. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു പിതാവ് ഇരിപ്പുണ്ട്, 97 വയസ്സ്. ഈ നല്ല പിതാവിനും 10 വർഷം മുമ്പ് മരിച്ചുപോയ ജീവിത പങ്കാളിക്കും ദൈവം 7 മക്കളെ നൽകി. ആ മക്കളിൽ 3 പേർ സന്യാസിനികളായി ശുശ്രൂഷ ചെയ്യുന്നു. 2 മക്കൾ വൈദികരായി മിഷണറിമാരായി ശുശ്രൂഷ ചെയ്യുന്നു. വളരെ വിലപ്പെട്ട ശുശ്രൂഷ. ഒരു പേരക്കുട്ടി ഡെൽബിൻ അച്ഛൻ കോതമംഗലം രൂപതയിൽ കല്ലൂർക്കാട് അസിസ്റ്റന്റ് വികാരിയായി ജോലി ചെയ്യുന്നു. 6 പേർ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന അപൂർവമായ ഒരു സൗഭാഗ്യം ഈ കുടുംബത്തിനുണ്ട്. ആ കുടുംബത്തിൻ്റെ ഈ ക്രെഡിറ്റ് മുഴുവനും ഈ നല്ല പിതാവിനും മരിച്ചുപോയ ജീവിത പങ്കാളിക്കും ഉള്ളതാണ്. അവർ ജീവിതം മക്കൾക്ക് കൊടുത്തു, ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്, ഒപ്പം ദൈവത്തോട് ചേർത്ത് പിടിച്ച് വളർത്തിയതിൻ്റെ അനുഭവം. സ്നേഹം കൊടുത്തു വളർത്തി. അതിനേക്കാൾ ഉപരി മനുഷ്യത്വത്തോടുകൂടി, മനുഷ്യപ്പറ്റും മനസ്സലിവും കരുണയുമുള്ള നല്ല മനുഷ്യരായി മക്കളെ വളർത്തി എന്നുള്ളതാണ്. വാസ്തവത്തിൽ പാവപ്പെട്ടവരോട് കരുണ, വിശക്കുന്നവന് ഉള്ളതിൽ പങ്കല്ല, ഉള്ളതുപോലും എടുത്തു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ മക്കളെ വളർത്തിയെടുത്തു. അതിൻ്റെ നേർസാക്ഷ്യമാണ് അലക്സാണ്ടർ അച്ഛനും അതുപോലെ സിസ്റ്റേഴ്സൊക്കെ ആണേലും. അതുകൊണ്ട് നമുക്കൊക്കെ ഈ കുടുംബം, കുരിക്കാട്ടിൽ കുടുംബം, ഇന്നുള്ള കുടുംബങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റാത്ത വിധത്തിലുള്ള, അഥവാ മനസ്സിലാക്കിയാൽ പോലും അനുകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന കുടുംബം, വലിയൊരു ഗുണപാഠമാണ് ഈ കുരിക്കാട്ടിൽ കുടുംബം. മക്കൾ തമ്മിൽ ഒരേ മനസ്സ് ഒരേ ഹൃദയമുള്ളവരായി അവരെ കോർത്തിണക്കി നിൽക്കുന്ന, പ്രധാന കണ്ണിയായി നിൽക്കുന്ന നല്ല പിതാവിനും മക്കൾക്കും പേരക്കുട്ടികൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവം ഇറങ്ങി വസിക്കുന്ന മറ്റൊരു നല്ല കുടുംബത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.